പരിശുദ്ധ ഖുർആൻ മാസങ്ങളെ കുറിച്ച് വിവരിക്കുന്നിടത്ത് ആകാശ ഭൂമികളെ സൃഷ്ടിച്ച അന്നു മുതൽ ലോകത്ത് 12 മാസങ്ങളാണ്. അതിൽ 4 മാസങ്ങൾ മിൻഹ അർബഅത്തുൻ ഹുറും പവിത്രമായ മാസങ്ങളാണ്. ആ 4 മാസങ്ങളെന്ന് പറയുന്നത് ഒന്ന് ദുൽഖഅദയാണ്, ദുൽഹിജ്ജയാണ്, മുഹറമാണ്, റജബാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ നിലകൊള്ളുന്നത് ഹിജ്റ കലണ്ടർ പ്രകാരമുള്ള ആദ്യത്തെ മാസത്തിലാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുവർഷത്തിലാണ്. മുഹറം പവിത്ര മാസമാണ്. അന്ന് യുദ്ധം നിഷിദ്ധമാണ്, ആക്രമണങ്ങൾ നിഷിദ്ധമാണ്, ചീത്ത മോശപ്രവർത്തികൾ ചെയ്യുന്നത് ശപിക്കപ്പെട്ട കാര്യമായിട്ടാണ് ഇസ്ലാമിന് മുമ്പ് തന്നെ അറബികൾ മനസ്സിലാക്കിയിരുന്നത്. അതിനൊന്നുകൂടി ബലപ്പെടുത്തുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മുഹറം അള്ളാഹു പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ ഒരു മാസമാണ്. മുഹറമിൻ്റെ ഒന്നാമത്തെ ശ്രേഷ്ഠത അതാണ്. രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ മാസം എന്നാണ് മുഹറമിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അഫ്ളലു സിയാമി ബഅദ ശഹരി റമളാൻ സിയാമു ശഹരില്ലാഹിൽ മുഹറം. റമളാൻ്റെ നോമ്പ്, റമളാൻ മാസത്തിലെ നോമ്പിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായത് മുഹറം മാസത്തിലെ അള്ളാഹുവിൻ്റെ മാസമായ മുഹറമിലെ നോമ്പാണ്. ഷഹറുല്ലാഹി എന്നാണ് മുഹറമിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ മുഹറം അള്ളാഹുവിൻ്റെ മാസമാണ്. അള്ളാഹുവിൻ്റെ മാസമായതുകൊണ്ട് തന്നെ അത് ശായിറുള്ളയാണ്, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണ്. വമൻ യുഅദ്ദിം ശആയിറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ഒരാൾ ആദരിച്ചാൽ, ബഹുമാനിച്ചാൽ അത് തഖ്വയുടെ അടയാളമാണ്. ഇപ്പം ബാങ്ക് അള്ളാഹുവിൻ്റെ ചിഹ്നമാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ നിശബ്ദത പാലിക്കുകയും ബാങ്കിന് മറുപടി കൊടുക്കുകയും ചെയ്യുന്നത് ആ ചിഹ്നത്തോടുള്ള ആദരവാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ അങ്ങനെ കലവില പറയുന്ന, അതിനെ ശ്രദ്ധിക്കാത്ത ആളുകൾ, അവർക്ക് തഖ്വയില്ല. ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അപ്പോൾ ആളുകൾക്ക് തഖ്വ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ചില അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹുവിൻ്റെ ശആയിറുകൾ അയാൾ ആദരിക്കുന്നുണ്ടോ, ബഹുമാനിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കും. പള്ളി അള്ളാഹുവിൻ്റെ ശആയിറിൽപ്പെട്ടതാണ്. പള്ളിയോട് ആദരവും ബഹുമാനവും പുലർത്തണം. ഞാനത് വിശദീകരിക്കുന്നില്ല. അപ്പോൾ മുഹറം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ശആയിറുകളിൽപ്പെട്ടതാണ്, അള്ളാഹുവിൻ്റെ മാസമാണ്. അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാം.